ബിസിനസ്സിൽ പരാജയപ്പെടുന്നതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്ന് താഴെ നിങ്ങളുടെ ഉത്തരം ഒന്ന് പറഞ്ഞ്. ബുദ്ധിമാനായിട്ടും മുന്നോട്ട് പോകാത്തവരാണ് യഥാർത്ഥത്തിൽ അപകടത്തിൽ പെടുന്നവർ എന്ന് ഞാൻ പറഞ്ഞാൽ, ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലപ്പോ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അല്ലാത്തവർക്ക് ഇതിനകത്ത് ഒന്നും നേടാനുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ ഇപ്പോഴും തുടങ്ങിയ അതേ ലെവലിൽ നിന്ന് താഴോട്ടോ ലെവലിലോ തന്നെയാണെങ്കിൽ മാത്രം കാണുക. അപ്പോൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ഐ ആം കേപ്പബിൾ ബട്ട് സ്റ്റക്ക് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ്. ഞാൻ ദിനേഷ് മുങ്ങത്ത് നിങ്ങളോടൊപ്പം. ഒരു സത്യം പറയട്ടെ, ഇന്റലിജൻസ് നിങ്ങളെ അനലൈസ് ചെയ്യാൻ സഹായിക്കും, പക്ഷെ ഡിസിഷൻ എടുക്കാൻ അത് മതി വരില്ല എന്ന സത്യം ഒരു സ്മാർട്ട് ബിസിനസ് ഓണർ മനസ്സിലാക്കി വെക്കണം എന്നതിനെ പറ്റിയിട്ടാണ്. പൊതുവെ സ്മാർട്ട് ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്നത് ഓവർ തിങ്കിങ്, എൻഡ്ലെസ് പ്ലാനിങ്, പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, റിസ്ക് അവോയ്ഡ് ചെയ്യാനുള്ള ടെൻഡൻസി. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എത്ര നല്ല ഡിസിഷൻ ആണ് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കി അത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കമന്റുകൾ എണ്ണം പോലെ എഴുതാവുന്നതാണ്. നിങ്ങൾ എത്ര ഡിസിഷൻസ് ആണ് എടുത്തിട്ടുള്ളത്, ഏതൊക്കെ എത്ര പ്രാവർത്തികമാക്കി എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ സ്വയം വിശകലനം ചെയ്യാനായിട്ട് താഴെ കമന്റിൽ ഒന്ന് എഴുതുക. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും, ഒരുപാട് കോഴ്സുകൾ എടുത്തിട്ടുണ്ടാവും, ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല മെന്റർമാരിലും കടന്നുപോയിട്ടുണ്ടാവും. പക്ഷേ എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നോളജ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല എന്നറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആയി മാറിയേക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ നൽകിയേക്കാം. പക്ഷെ നിങ്ങൾ ഇതിനു വേണ്ടി ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഈ വീഡിയോ എന്നല്ല ഒരു വീഡിയോ കൊണ്ടും യാതൊരു ഗുണവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ട ബിസിനസ് ഓണേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മുടെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാതെ ഇൻഫർമേഷനെ ചേഞ്ച് ചെയ്തുകൊണ്ട് യാതൊരു റിസൾട്ടും ഉണ്ടാവില്ല എന്ന റിയാലിറ്റി. നിങ്ങൾ അവസാനമായി ഇംപ്ലിമെന്റ് ചെയ്തത് ഏത് ഡിസിഷനെ ആയിരുന്നു എന്ന് കമന്റ് ചെയ്യാവോ? റീസെന്റ് നിങ്ങൾ ഏതെങ്കിലും ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്തു, അല്ലെങ്കിൽ കുറെ ആയി നിങ്ങൾ ഡിസിഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പല തടസ്സങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒന്ന് താഴെ കമന്റ് ചെയ്തു, ഏത് ഡിസിഷൻ നിങ്ങൾ എപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തു, 6 months, 2 months, 4 months എന്നുള്ള രീതിയിൽ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കെയിലിങ്ങിനെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ ഈഗോ ആണെന്ന് എത്ര പേർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇത് ഒരു സെൻസിറ്റീവായ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ അരോചകമായി തോന്നാം, അല്ലെങ്കിൽ ഹേർട്ട് ചെയ്ത് തോന്നാം, കാരണം പല ട്രൂത്തും അങ്ങനെയാണല്ലോ. സോ എന്റെ പ്രിയപ്പെട്ട ബിസിനസ് ഓണേഴ്സ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് സം റിയാലിറ്റി, വാട്ട്സ് ഹാപ്പനിങ് ടു യു. ഇന്റലിജൻസ് പീപ്പിൾ ഓൾവേസ് സ്ട്രഗിൾസ് ബിക്കോസ് എനിക്കെല്ലാം അറിയാം, പക്ഷെ ഞാൻ എല്ലാം ട്രൈ ചെയ്തു, എനിക്ക് ഇതുവരെ ഒന്നും സെറ്റ് ആയിട്ടില്ല എന്നുള്ളത്. ഇറ്റ്സ് നത്തിങ് എൽസ്. ഈഗോ പ്രൊട്ടക്ട്സ് കംഫർട്ട്, നോട്ട് ഗ്രോത്ത് എന്നറിയുക. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് സ്വീകരിക്കുമ്പോൾ, ഒരാളിൽ നിന്നും ഒരു കോൺസെപ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ടാണോ ഡിഫെൻസീവ് ആയിട്ടാണോ നിങ്ങൾ ഇത് എടുക്കുന്നത് എന്ന് വേണം. അത് ഇവിടെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഈ വീഡിയോ എത്ര പേര് ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയി കാണുമെന്നും എത്ര പേര് വാച്ച് ചെയ്യുന്നു എന്നതും അതിന്റെ ഒരു ഉദാഹരണമാണ്. ഞാൻ പറയാൻ പോകുന്ന ചില സത്യങ്ങളെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ഈഗോ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ സ്കിപ്പ് ചെയ്ത് പോകും. ഇവിടെയാണ് ഈഗോയുടെ പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് ഇന്റലിജന്റ് ബിസിനസ് ഓണേഴ്സ് പറയുന്നത്, ബിസിനസ് ഓക്കെയാണ്, റണ്ണിങ് കണ്ടീഷൻ ആണ് വിഷയം, റിസ്ക് എടുക്കേണ്ട ടൈം അല്ല ഇത് എന്നുള്ളതാണ്. ബട്ട് സ്റ്റെബിലിറ്റി ഇല്യൂഷൻ ആണ് നമ്മുടെ ഏറ്റവും പ്രധാനം എന്നറിയുക. മാർക്കറ്റ് നമുക്ക് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല, കോമ്പറ്റീറ്റർ ഒരിക്കലും സ്ലീപ്പ് ചെയ്യുന്ന അവസ്ഥയും വരില്ല. അപ്പൊ നമ്മളുടെ റിസ്ക് എടുക്കുന്ന ടൈമിങ്ങിലാണ് പ്രാധാന്യം, അത് എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നില്ല. പെർഫെക്റ്റ് ടൈമിലെ പെർഫെക്റ്റ് ആക്ഷൻ മാത്രമാണ് ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കുന്നത് എന്നറിയാം. നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുകയാണോ ഫ്രീസ് ചെയ്യുകയാണോ എന്നുള്ള അനലൈസിങ് നടത്തി കഴിഞ്ഞിട്ട് ആ ടൈമിൽ അതിനെ ഗ്രോ ചെയ്യാനുള്ള ആക്ഷൻ പ്ലാൻ ബിൽഡ് ചെയ്യുക, ആക്ഷൻ എടുക്കുക. ബിൽഡ് ചെയ്യുക എന്നല്ല, ആക്ഷൻ എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതാണ് ഇന്റലിജന്റ് ബിസിനസ് പീപ്പിൾ ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്,
ദ ഫിയർ ഡിസ്റ്റിങ്യൂഷ്ഡ് ആസ് ലോജിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഇതുവരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ പറ്റിയൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിയർ നമ്മൾ പുറത്ത് പറയില്ല, പക്ഷെ പേടിയാണ് താൻ. മാർക്കറ്റ് സ്ലോ, അതിന് പകരം നമ്മൾ മാർക്കറ്റ് സ്ലോ എന്ന് പറയും, ക്ലയന്റ് മൈൻഡ് സെറ്റ് ശരിയല്ലെന്ന് പറയും, ടൈമിംഗ് റൈറ്റ് അല്ലെന്ന് പറയും, എക്കണോമിക്കൽ ഇഷ്യൂസ് പറയും, എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ആക്ച്വൽ ദിസ് ഇസ് എ ഫിയർ വാട്ട് യു ഹാവ് വിത്തിൻ യു. നിങ്ങളിലുള്ള ആ ഭയമാണ് നിങ്ങൾ ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഏത് ഡിസിഷനാണ് ഞാൻ ചേഞ്ച് ചെയ്തത് ബിക്കോസ് ഓഫ് ഈ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് സ്ലോ, ക്ലയന്റ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ടൈമിംഗ് അല്ല, എക്കണോമിക് ഇഷ്യൂസ് എന്ന് പറയുന്നു. ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഷോടാ ഇതല്ലായിരുന്നല്ലോ ഞാൻ ചെയ്യുന്നത്. യു ആർ സോൾവിങ് ദ പ്രോബ്ലം ഓഫ് ദി കസ്റ്റമർ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ കസ്റ്റമറിന് എപ്പോഴും പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് കണ്ടീഷനും അല്ലെങ്കിൽ ക്ലയന്റ് മൈൻഡ് സെറ്റിനൊക്കെ വിഷയം വരുന്നത്. ഇഫ് ദ കസ്റ്റമേഴ്സ് ഹാവ് ദ പ്രോബ്ലം, ദെൻ വി ആർ ദ സൊല്യൂഷൻ പ്രൊവൈഡർ ഫോർ ദം. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓണേഴ്സ് സ്റ്റക്ക് ആവുന്ന കാര്യം പറയുന്നത് പ്രൈസിങ് ഇഷ്യൂ, സ്റ്റാഫ് ഇഷ്യൂ, മാർക്കറ്റ് ഇഷ്യൂ. ബട്ട് ദ റിയൽ പ്രോബ്ലം ഈസ് ബിസിനസ് ഓണറിന്റെ ഐഡന്റിറ്റി ഇഷ്യൂ ആണ്. ബിക്കോസ് യു ആർ സ്റ്റിൽ തിങ്കിങ് ലൈക്ക് ഓപ്പറേറ്റർ, ടെക്നീഷ്യൻ ആൻഡ് മാനേജർ. ഒരു ഓണർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ടത് ഓണർ ആയിരിക്കണം, അതിന്റെ ആ ബിസിനസിന്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് കയ്യിലെടുക്കുന്ന ഒരാളാണ്. അപ്പോ നമ്മളുടെ ആ ഒരു അതോറിറ്റി നമ്മുടെ കയ്യിൽ വേണം. അത് എടുക്കാൻ പലരും മടി കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമ്മൾ ഓണർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്റർപ്രണർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മൊത്തം വിഷൻ ഹോൾഡ് ചെയ്യുന്നത് നമ്മളാണ്. ഈ ബിസിനസ് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം, ഓരോ സ്റ്റാഫും എങ്ങനെയായിരിക്കണം, ഓരോ സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നൊക്കെ കംപ്ലീറ്റ് വിഷൻ ആ ഓണറിന്റെ കയ്യിലാണുള്ളത്. അപ്പൊ ഓണർ തന്നെ സ്റ്റക്കായാലും എങ്ങനെ വിഷൻ ഉണ്ടാവില്ല. അപ്പൊ വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റക്ക് ആവുന്നത്. അപ്പൊ വിഷൻ ഹോൾഡർ ആണെന്ന് അറിയണം. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കർ അയാൾ തന്നെയാണ്, വേറെ ഒരാൾക്കും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ യു ആർ ദ ഡിസിഷൻ മേക്കർ. ഹൗ ഡു യു സ്റ്റക്ക് ഓൺ ദർ? മാർക്കറ്റ് കണ്ടീഷൻ മോശമാണെന്ന് ഒരു സ്റ്റാഫോ മാനേജറോ പറഞ്ഞു, ദെൻ ചേഞ്ച് ദ തിങ്സ്. എവിടെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്, അപ്പൊ തന്നെ ഡിസിഷൻ മാറ്റണം. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ബിസിനസ്സിൽ വർക്ക് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ബിസിനസ്സിന് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒന്ന് താഴെ കമന്റ് ചെയ്തു, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വർക്കിംഗ് ആണോ ഓൺ ആണോ എന്നുള്ളത്. ബിസിനസ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യല്ല, നിങ്ങൾ ഓൺ ആവണം. അതിലായിട്ട് ഓൺ എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഇൻവോൾവ് ഇൻ എവറിത്തിങ് ദാറ്റ്. ഇൻകം സീലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ലൈൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണുക. നിങ്ങളുടെ ഇൻകം നിങ്ങളുടെ സെൽഫ് ഇമേജ് കടക്കില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇതിനു മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഇൻകം, നമ്മുടെ സീലിംഗ് മെന്റാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം. അതിൽ കൃത്യമായി പറയുന്നത്, നമ്മളുടെ ഇൻകം എന്താണോ, നമ്മുടെ ടോട്ടൽ വേർത്ത് എന്താണോ, അത് നമ്മളുടെ പേഴ്സണൽ ഇമേജിനേക്കാളും കടക്കില്ല. അപ്പൊ നമ്മുടെ പേഴ്സണൽ ഇമേജിന് പേഴ്സണൽ ബ്രാൻഡിങ് എത്ര ഹൈ ആക്കുന്നുവോ അത്രയുമായിരിക്കും നമ്മുടെ സെൽഫ് വർത്ത്, നമ്മുടെ വേർത്ത് കൂടുന്നത്, നമ്മുടെ ഇൻകം കൂടുന്നത്. എപ്പോഴും നമ്മൾ ഇഫ് യു ആർ സീ യുവർ സെൽഫ് ആസ് എ സ്മോൾ പ്ലെയർ, നിങ്ങൾ ചെറിയ ബിസിനസ്സുകാരനാണ് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മണി മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു ലോക്കൽ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾ ലോക്കൽ മണി മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു പ്രീമിയം അതോറിറ്റി ഉള്ള ഒരാളാണെങ്കിൽ പ്രീമിയം മണി നിങ്ങളിൽ ഉണ്ടാവും. ഇത് ഡിഫറൻസ് ആണ്. ഒരു ബിസിനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകൾ ചിലത് മാത്രമാണ് ഞാൻ പറഞ്ഞു പോയത്. ഇങ്ങനെ നമ്മളെപ്പോഴും നമ്മളെ തന്നെ എത്ര കണ്ട് ഉയർത്താൻ പറ്റുന്നുവോ, എത്ര തന്നെ വലിയ ക്യാൻവാസിലേക്ക് നമ്മളെ വരച്ചുണ്ടാക്കുന്നുവോ, അത്രയും നമ്മുടെ വെൽത്ത് കൂടും, അത്രയും നമ്മുടെ ബിസിനസ് സാമ്രാജ്യം കൂട്ടാൻ പറ്റും. ഞാൻ ഈ സിറ്റിയിൽ മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഐ ക്യാൻ ഒൺലി ഡു ദിസ് വൺ എന്നാണെങ്കിൽ പോയി, അവിടെ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ വളരാനുള്ള ഒരു മെന്റൽ വളർച്ചയാണ് ഏറ്റവും പ്രധാനം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് താഴെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഏത് കാറ്റഗറിയാണെന്ന് മനസ്സിലാക്കാനുണ്ട്. കാരണം നമ്മൾ ഇനി ബിസിനസ് മാസ്റ്ററി ഹബിൽ ഓരോ കാറ്റഗറീസ് വഹിച്ചിട്ട് ആൾക്കാരെ ലിഫ്റ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമുകളാണ് ബിൽഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അത് നിങ്ങൾക്കും പറയുന്ന എനിക്കും ഗുണകരമായുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് താഴെ ഒന്ന്, നിങ്ങൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ചെയ്യുന്നവരാണോ, സ്മോൾ സ്കെയിൽ ബിസിനസ് ആണോ, പ്രീമിയം ബിസിനസ് ആണോ എന്ന് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തൊക്കെ ഒരു 1 minute മാത്രം. ബിക്കോസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ യു ഐഡന്റിഫൈ യുവർ സെൽഫ്. അപ്പൊ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സാധാരണ ആൾക്കാര്
ഡിലേ ഐഡന്റിറ്റി ഷിഫ്റ്റിലേക്ക് പോകുന്നവരുണ്ട്. അതായത് ഈ ലേബർ ക്ലാസ് ആൾക്കാർ എന്താണ് സ്ട്രഗിൾ ആവുന്നതെന്ന് അറിയോ? അവരെപ്പോഴും സർവൈവലിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുപോലത്തെ മിഡിൽ ക്ലാസ് ആൾക്കാർ എപ്പോഴും സെക്യൂരിറ്റിയിലാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി വലിയ രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഇന്റലിജന്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലെറ്റിംഗ് ഗോ ഫോർ ഓൾഡ് ഐഡന്റിറ്റി. നമ്മുടെ പഴയ ഐഡന്റിറ്റിയെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ ഐഡന്റിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇന്റലിജൻസ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണ്? ലേബർ ആണോ, മിഡിൽ ആണോ, ഇന്റലിജന്റ് ആണോ എന്നുള്ളത്. ഇന്റലിജന്റ് ആണെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. നിങ്ങൾ ലെറ്റിംഗ് ഗോ ദ ഓൾഡ് ഐഡന്റിറ്റി. ഗ്രോത്ത് റിക്കോർഡ് ബിക്കമിങ് അൺഫെമിലിയർ വിത്ത് യുവർ സെൽഫ് എന്ന് പറയും. അതായത് വളർച്ച സംഭവിക്കുന്നത് നമ്മൾ അൺഫെമിലിയർ ആയിട്ടുള്ള നിങ്ങളെ കണ്ടെത്തുന്നതിലാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളിലുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള നിങ്ങളെ തന്നെ കണ്ടെത്തുന്നിടത്താണ് നിങ്ങളുടെ വളർച്ച തുടങ്ങുക എന്നുള്ളത്. ഞാൻ ഒറ്റ സെന്റൻസ് മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കപ്പാസിറ്റി ഈസ് അൺലെസ് വിത്തൗട്ട് എ കറേജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇന്റലിജൻസ് വിത്തൗട്ട് എ ഡിസിഷൻ ഈസ് എ സ്റ്റാഗ്നേഷൻ എന്ന് പറയും. ബിസിനസ് ഗ്രോസ് വെൻ ഐഡന്റിറ്റി ഷിഫ്റ്റ് മാത്രമാണ് സംഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി നമുക്ക് ഇനി ദിവസങ്ങളിൽ ഓരോന്നായിട്ട് പഠിച്ചു വരാം. ഡീപ്പിലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് എലൈറ്റ് ലെവൽ ബിസിനസ് ട്രൂത്തിലേക്ക് നമുക്ക് കടക്കാനുള്ള സന്ദർഭമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. സീരിയസ് ബിസിനസ് ഓണേഴ്സിനോട് മാത്രമുള്ള സംസാരമാണിത്. നിങ്ങൾ ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് too much, nothing going to happen. Just I am ready to shift to another level ആണെങ്കിൽ നമ്മൾ we will go for next level. അടുത്ത വീഡിയോ അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. താങ്ക് യു വെരി മച്ച്. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ് നൗ. We'll see you in another video, another day. Thank you.